ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേതൊരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഓണം റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള ഒരു ഓണസദ്യയാണ് ഒരുക്കുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്, സദ്യയിലേക്കുള്ള എന്തെങ്കിലും. അപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് വെള്ളരിക്ക പച്ചടിയും അതുപോലെ ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 3-in-1 റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചടിക്ക് അരിയുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുണ്ടുപറമ്പ് വീട്ടിലായപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പൈനാപ്പിളും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതും വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുപോലെ വെള്ളരിക്കയിലും വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ട്. ഇനി അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടിയാണ് റെഡിയാക്കുന്നത്. അപ്പം ബീട്രൂട്ട് പച്ചടി നമുക്ക് ഒരുപാട് വിധത്തിൽ റെഡിയാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ 1-2 തവണയൊക്കെ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ബീട്രൂട്ട് ചിരകി എടുത്തിട്ട് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ചിരകി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ചിരകി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചിരകി എടുത്തിട്ട് റെഡിയാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാനിതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പച്ചമുളകൊക്കെ നമുക്ക് അരപ്പിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലും നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്കെല്ലാം ഉള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇതാ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക്, ഇത് കുറച്ച് വീട്ടിലുണ്ടായിരുന്ന പച്ചമുളകാണ്, അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പിന്നെ അതിന് പുറമെ ഉമ്മ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടായിരുന്നു, അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനും അടിയിൽ പിടിക്കുന്നുണ്ടോ നോക്കാനൊന്നും മറക്കരുത്. നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇതൊക്കെ വേവിക്കുന്നത്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ പച്ചമുളക് അരച്ചിട്ടുള്ള ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ ജീരകം, പിന്നെ അതുപോലെ കടുകും ഇതിൽ ഇട്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. കടുകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ. അപ്പോൾ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അരപ്പ് റെഡിയായി. ഇതെല്ലാം വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് 3ലേക്കായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളും വെള്ളരിക്കയും അതുപോലെ തന്നെ ബീട്രൂട്ടും ഒന്നും അധികം ഒന്നും വേവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പൈനാപ്പിളിലേക്കാണെങ്കിൽ ഇതാ ഇതുപോലെ ശർക്കരയും ചിരകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് അരപ്പൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വറവിട്ട് ഒഴിക്കുകയാണ്. അപ്പം ഒരുമിച്ച് തന്നെ വറവിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത് 3ലേക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇത്രയും വറവിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മളുടെ പച്ചടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-in-1 റെസിപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഒരുമിച്ച് തന്നെ. അരപ്പിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ എല്ലാം മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. അപ്പം 11:30 ആകുമ്പോൾ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ കൂടെയാണ് പെരിന്തൽമണ്ണ പോണത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എനിക്ക് ബാക്ക് പെയിനിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ബാക്ക് പെയിനൊക്കെ കൂടുന്നതിൻ്റെ മുന്നുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ബാക്ക് പെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ലായിരുന്നു. അത് അങ്ങനെ കുറച്ച് പെയിനൊക്കെ കുറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. എൻ്റെ കൂടെ ഉള്ളത് ഷബ്നത്ത എന്ന് പറയും. ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഷുഗർ ടൈ എന്നും ഷബ്സ് പാലറ്റ് എന്നും പറയുന്ന 2 പേജൊക്കെ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു ബേക്കറൊക്കെയാണ്.
ഞങ്ങൾ പോണത് മുബി എന്ന് പറഞ്ഞിട്ടുള്ള മുബീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുള്ള മുബിൻ്റെ വീട്ടിലേക്കാണ് പോണത്. പിന്നെ ഇതാ വേറെയും കുറേ ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും ഇവരെയൊക്കെ. ഞാനിനി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദിയ, മെഹറിൻ, ഷാറൂബ, ഷബ്ന മേക്ക് ഓവർ, തസ്നിത്ത, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇവരെയൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ വിഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. രസ്നിത ഒക്കെ പഠിച്ചോളി. അപ്പൊ ഞാനോ അങ്ങനെ എല്ലാരും കൂടെ ഒരു തട്ടിക്കൂട്ട് പൂക്കളൊക്കെ റെഡിയാക്കി. ഒരു റേഷ്യോ എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും ചിരിയൊന്നും വരാഞ്ഞത്. കുറേ നേരമായിട്ട് നമ്മളൊക്കെ എല്ലാവരും വരട്ടെ എന്നിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവസാനം ഇതാ സദ്യയൊക്കെ വിളമ്പി തുടങ്ങി. ഞാനിപ്പോൾ ഇതായി ഒരു കുമ്പിട്ടിട്ട് സദ്യ വിളമ്പുന്നതിനൊക്കെ എനിക്ക് ഡബിളായിട്ട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് ഞാൻ അങ്ങനെ വിളമ്പണ കണ്ടിട്ട് എന്നോട് ഷബ്നത്ത പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട, ബാക്ക് പെയിൻ കൂടും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വേഗം നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർമ്മ വന്നപ്പോൾ. അപ്പോൾ ബാക്ക് പെയിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അങ്ങനെ എല്ലാവർക്കും സദ്യയും കഴിക്കണം, വീഡിയോയും എടുക്കണം. എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ, അതുകൊണ്ട് എല്ലാവരും വീഡിയോ എടുക്കണേ സദ്യ കഴിക്കണൊക്കെ തിരക്കിലായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സാരികൾ എടുത്തവർ മാത്രം ഒന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. അപ്പം അതിനെ സമ്മതിക്കാതെ ഇവരൊക്കെ ഓരോ അഭിപ്രായങ്ങൾ വന്ന് കാണിക്കുകയാണ് കേട്ടോ. നല്ല വെയിൽ, എന്തൊരു വെയിലായി. മുബിൻ്റെ ബാക്കിലുള്ള ഗാർഡൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടുണ്ട്, അസ്കർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഗാർഡൻ ഒന്ന് കാണായിരുന്നു. മുബി ഒരുപാട് വെറൈറ്റി പിക്കിൾസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. മുബീസ് കിച്ചൺ എന്നുള്ള പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് കേട്ടോ മുബി ഫ്രണ്ടിൽ വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.